ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നാത്തുൻ സ്പൈസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹയാണ്. ഇന്നൊരു അടിപൊളി ലഞ്ച് റെസിപ്പി, നമ്മുടെ ഈസ്റ്ററിനും അല്ലെങ്കിൽ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്താണ് ഈസ്റ്റർ ലഞ്ച് അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പി കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈസ്റ്ററൊക്കെ ഇങ്ങ് അടുക്കാറായി. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോ കാണിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ഈസ്റ്റർ മെനു റെസിപ്പീസ്, പാർട്ടി മെനൂസൊക്കെ കാണിച്ചതുകൊണ്ട് ഒരു സിമ്പിൾ ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്ത് വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നെയ്യും അതേപോലെ സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളത് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ തന്നെ നമ്മുടെ സവാളയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കും. അപ്പോൾ അത് തന്നെയാണ് ഈ ബിരിയാണിയുടെയും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ അളവിൽ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഏകദേശം 1.5 കിലോയോളം ചിക്കൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അളവിനനുസരിച്ചാണ് ഞാനിവിടെ എടുക്കുന്ന ഓരോ കാര്യങ്ങളും കേട്ടോ. നൊയമ്പ് കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറേ വെജിറ്റേറിയൻ ലഞ്ച് മെനൂസായിരുന്നു നമ്മൾ ലാസ്റ്റ് കുറേ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പാർട്ടി മെനൂസും ഈസ്റ്റർ ലഞ്ച് സ്പെഷ്യലും ഒക്കെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മാത്രമല്ല, നമ്മൾ ഈ ഒരു നമ്മുടെ പെസഹ വ്യാഴാഴ്ച ഉണ്ടാക്കുന്ന അപ്പം, പാല്, അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ റെസിപ്പി നമ്മുടെ ചാനലിലൂടെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. അതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഇത്തവണയും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇത്തവണ കാണിക്കുന്നില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത് കാണാത്തവരൊന്ന് പോയി കാണുക, അല്ലെങ്കിൽ ഇത്തവണ ഉണ്ടാക്കുമ്പോൾ ഒന്നോടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിൽ 15ഓളം പച്ചമുളകും ഈ ഒരു പിടി ഇഞ്ചി, അതേപോലെ തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരച്ചെടുക്കേണ്ട, എല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാണ് എരിവിന് വേണ്ടിയിട്ട് മെയിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതോട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വലിയ ബൗളിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, 3 വലിയ സവാള ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചതച്ചു വെച്ചതിൽ നിന്ന് 1 ടീസ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ ഞാൻ ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പിന്നീട് പറയാം കേട്ടോ. അതേപോലെ തന്നെ 3 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 പിടി മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എത്രത്തോളം നന്നായിട്ട് ഞെരടുന്നു അത്രത്തോളം നമ്മുടെ ആ ഒരു ബിരിയാണി ഗ്രേവിയുടെ ടേസ്റ്റ് കൂടും. അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പൈസി ആയിട്ടാണ് ഈ ഒരു ബിരിയാണി ഗ്രേവി ഉണ്ടാക്കുന്നതെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചുകൂടെ കൂട്ടാൻ കേട്ടോ. അപ്പോൾ 15 മുളക് ചേർത്തിട്ടും ഒരുപാട് സ്പൈസി ആയിട്ടല്ലായിരുന്നു എൻ്റെ ഒരു ബിരിയാണി ഉണ്ടായിരുന്നത്. കാരണം ചിക്കൻ്റെ അളവ് 1.5 കിലോയിലധികം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ടീസ്പൂണോളം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നേ ഇല്ല. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയാണ്. മുളക് പൊടിക്ക് പകരമാണ് മുളക് ചേർക്കുന്നത്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നതിന് കാരണം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട. അപ്പോൾ മുളകിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിയുടെ ഒരു എരിവ് അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം എരിവ് വേണം അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കാനായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ 250 ഗ്രാമില്ല, അതിനേക്കാളും കുറച്ചൊരളവിൽ ഒരു 200 ഗ്രാമോളം തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ 3 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പുളിയുള്ള തൈരെടുത്താൽ നമ്മുടെ ഗ്രേവിക്കൊരു പുളിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ വീണ്ടും ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു, കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബിരിയാണി ഗ്രേവി ചിക്കൻ മസാല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയായിരുന്നു നമ്മുടെ സവാളയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുത്ത് കേട്ടോ.
അപ്പോൾ ആ ഒരു എണ്ണ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ചിക്കൻ ചേർത്തു. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും മസാലകളെല്ലാം കൂടെ ചിക്കനിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുന്നുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അടുപ്പത്തേക്ക് വെക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ തക്കാളി ഇതെല്ലാം നന്നായിട്ട് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ വഴറ്റിയിട്ടാണ് ചിക്കൻ ചേർക്കാറ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്, ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം. അതായത് നമ്മുടെ ചിക്കൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന വരെ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം വെള്ളം. ഞാൻ അതിൽ നിന്നൊരു 4 ചിക്കൻ പീസ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു പേസ്റ്റിൽ നിന്ന് കുറച്ചെടുത്തു. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരക പേസ്റ്റ്, അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, നമ്മുടെ മല്ലിപ്പൊടി അതൊരു നുള്ളാണ്, ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ ഫ്രൈ അല്ല, കുറച്ച് നല്ല മൊരിഞ്ഞ ചിക്കൻ കഷ്ണങ്ങൾ ഈ ഒരു ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആകെ ഈ ചേർക്കുന്ന 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഓയിലൊന്നും തന്നെ ചേർക്കാതെയാണ് നമ്മുടെ ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇപ്പോൾ എന്തായാലും നമുക്ക് ചിക്കൻ എല്ലാം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ മാരിനേറ്റ് ചെയ്ത് എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടി അതങ്ങ് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ അതിലേക്ക് ചേർത്തിട്ടാണ് കേട്ടോ അടുപ്പത്തേക്ക് വെക്കുന്നത്. നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമ്മുടെ ഫ്ലെയിം വെക്കാം. അതിനുശേഷം ഒരു 20 മിനിറ്റിന് ശേഷമാണ് ഞാൻ അരി അടുപ്പത്ത് വെക്കാനുള്ള വെള്ളം വെച്ചത്. ഞാൻ 3 കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. അതിന് 7 കപ്പ് വെള്ളമാണ് അവിടെ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് നമ്മളിവിടെ ഫിലിപ്സിൻ്റെ എയർ ഫ്രയറിൻ്റെ അകത്താണ് കേട്ടോ. ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ ചിക്കനും അതേപോലെ തന്നെ മീനൊക്കെ വറുത്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് എയർ ഫ്രയർ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ അടുത്താണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ അതിലാണ് നമ്മുടെ ചിക്കൻ വറുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എണ്ണ ഒട്ടും തന്നെ ഉപയോഗിക്കാതെയാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളൊരു മോഡുണ്ട്. ജസ്റ്റ് ഓൺ ചെയ്യുക, ആ മോഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ കാണിക്കും എത്ര ടെമ്പറേച്ചറാണ് നമ്മുടെ ചിക്കന് വേണ്ടത്, എത്ര മിനിറ്റ് ആണെന്നുള്ളത് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ 24 മിനിറ്റ് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി കിട്ടും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ചിക്കനോ മീനോ അല്ലെങ്കിൽ ഒരുപാട് റെസിപ്പീസിൻ്റെ അകത്ത് ഉണ്ടാക്കാം. പഴംപൊടിയൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാം. അപ്പോൾ അത്തരത്തിലാണ് നമ്മളിന്ന് ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതവിടെ റെഡി ആവുന്നുണ്ട്, നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആവുന്നതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ മിക്സ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ജീരകശാല അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 കപ്പ് ജീരകശാല അരിയാണ് നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി 10 മിനിറ്റ് സോക്ക് ചെയ്ത് പിന്നീട് ഊറ്റി വെച്ചിരുന്ന അരിയാണ് കേട്ടോ. അരി വറ്റിച്ചെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കൂടുതലും ഞാൻ ചെയ്യാറുള്ളത് കൂടുതൽ വെള്ളത്തിൽ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുന്ന രീതിയിലാണ്. പക്ഷേ ഇത്തവണ കൈമ റൈസ് ഉണ്ടാക്കിയിരിക്കുന്ന അരി വറ്റിച്ചെടുക്കുന്ന രീതിയിലാണ്. നമ്മളൊരു 90% വേവായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ദം ചെയ്യുമ്പോൾ അത് കറക്റ്റ് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മുടെ ചിക്കൻ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിച്ചു. നമ്മുടെ അതിൻ്റെ അകത്തുള്ള ഗ്രേവിയൊക്കെ ഒരുമാതിരി വറ്റി ഒരുപാട് ചാറുള്ള ഒരു കുറുകിയ പരുവത്തിലായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഏകദേശം 30 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യേണ്ട വന്നു. അതിനുശേഷമാണ് നമ്മൾ വേവിച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 90% വെന്ത അരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ദമ്മിലിരുന്ന ബാക്കി കറക്റ്റ് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ചോറ് നമ്മളിങ്ങനെ ലെയർ ചെയ്താണ് ഇടുന്നത്. ഏറ്റവും അടിയിൽ നമ്മുടെ ബിരിയാണി മസാല ചിക്കനൊക്കെ ഉള്ള ഒരു മസാലയുണ്ട്. അതിന് മുകളിലേക്ക് ചോറ് നിരത്തി കൊടുത്തു. അതിലേക്ക് നമ്മൾ പാലും അതേപോലെ തന്നെ സാഫ്രോൺ നമ്മുടെ കുങ്കുമപ്പൂവും കൂടെ കൂടിയിട്ട് ചൂടാക്കിയ ഒരു പാല് ആ ഒരു മിശ്രിതമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചില സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാറ്. കാരണം നമ്മളൊരു കുങ്കുമപ്പൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ആ ഒരു പാലൊന്ന് വിതറി കൊടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി അതേപോലെ തന്നെ
അണ്ടിപ്പരിപ്പ്, മുന്തിരി അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില, പുതിനയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ പുതിനയില സാധാരണ ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കാറില്ല, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രമാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ചളവിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കാരണം നമുക്ക് വഴറ്റിയൊന്നും അധികം സമയം പോകുന്നില്ല. നമുക്ക് അരിയിലും ഉള്ളി വറക്കലും എല്ലാം കൂടെ ഒരു മണിക്കൂർ സമയം നമുക്ക് മതി. ഈസ്റ്റർ ഒക്കെയല്ലേ, നമുക്ക് ഫാമിലി ആയിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാൻ കിട്ടുന്നതല്ലേ നല്ലത് കുക്കിങ്ങിനേക്കാളും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ലഞ്ച് റെസിപ്പിയാണിത്. പിന്നെ റമദാന് നോമ്പ് തുറക്കാനൊക്കെ ഈ ഒരു ബിരിയാണി റെസിപ്പി ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു റെസിപ്പി ചെയ്തത്. അപ്പോൾ ഞാൻ വീണ്ടും റൈസ് ലെയർ ചെയ്തു. അതിന് മുകളിലേക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ പാലും കുങ്കുമപ്പൂവും കൂടെയുള്ള ഒരു മിക്സ് ചേർത്ത് കൊടുത്തു. പിന്നെ ഉള്ളി വറുത്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതേപോലെ തന്നെ നമ്മൾ മല്ലിയില, അതേപോലെ പാല് ചൂടാക്കിയപ്പോൾ കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ടു. അതുകൊണ്ടാണ് എക്സ്ട്രാ വേറെ നെയ്യ് ചേർക്കാതിരുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നെയ്യും എണ്ണയൊക്കെ ചേർക്കുന്നത് വളരെ കുറച്ചളവിലാണ്. പിന്നെ നമ്മൾ ഓൾറെഡി അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ അത്യാവശ്യം നെയ്യിലും എണ്ണയിലൊക്കെയാണല്ലോ വറുത്തെടുത്തത്, അല്ലാതെ കൂടുതൽ നെയ്യ് നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കി വന്ന റൈസ് എല്ലാം ഇതേപോലെ ലെയർ ചെയ്ത ശേഷം നന്നായിട്ട് മൂടി വെച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് ദം ചെയ്ത് കഴിഞ്ഞാൽ ചോറൊക്കെ കറക്റ്റ് ഒരു എന്താ പറയുക പെർഫെക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. തീരെ ലോ ഫ്ലെയിമിൽ വെക്കാം. എൻ്റെ പാത്രം ഒരുപാട് കട്ടി ഉള്ള പാത്രം അതുകൊണ്ട് തീരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. 24 മിനിറ്റാണ് ചിക്കൻ ഫ്രൈ ചെയ്ത് വരാനായിട്ട് ഈ ഒരു മോഡിൽ ഈ ഒരു എയർ ഫ്രയറിൽ വേണ്ടി വരുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, പുറത്ത് നല്ല മൊരിഞ്ഞും അകത്ത് ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് കിട്ടുന്നത്. ഒട്ടും തന്നെ എണ്ണ അതൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല. മാത്രമല്ല നമുക്ക് ആ പാത്രമൊക്കെ കഴുകി എടുത്ത് വെക്കാനും എളുപ്പമുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നോക്കിക്കണ്ട, ചിക്കൻ തിരിച്ചും മറിച്ചും ഇടുകയോ അല്ലെങ്കിൽ അത് വെന്തോന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ടൈമിൽ നമുക്ക് എല്ലാം വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ ഗ്രില്ല് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. അവിടെ ദം ബിരിയാണി റെഡിയായി കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയതും നമ്മുടെ പപ്പടവും അച്ചാറും സാലഡും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മങ്ങ് പൊട്ടിക്കുമ്പോൾ ഒരു സ്മെല്ലിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ പലർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതേ കാരണം നമ്മുടെ ചോറ് ഒന്നൊന്നിനോട് തൊടാത്ത രീതിയിൽ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കൈമ അരി തന്നെ ഈ ഒരു ബിരിയാണി റെസിപ്പി ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ്. ഇത് കിട്ടുന്നില്ല, അവൈലബിൾ അല്ലാത്തവരാണെങ്കിൽ മാത്രം ബസ്മതി റൈസ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ആ ചോറങ്ങ് മാറ്റിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ നേരത്ത് നമ്മൾ മിക്സ് ചെയ്ത്, അതായത് മുട്ടയും ചിക്കനും റൈസും എല്ലാം കൂടെ ലെയർ ചെയ്ത് നമ്മൾ സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റൈസ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം കുറച്ച് റൈസ് ഇട്ടിട്ട് അതിന് മുകളിലാണ് മുട്ട പുഴുങ്ങിയതും അതേപോലെ തന്നെ നമ്മൾ ചിക്കനൊക്കെ വെച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും റൈസ് ഇട്ട് കുറച്ചുകൂടെ അത് കവർ ചെയ്യും. അപ്പോൾ ഈ ഒരു പ്ലേറ്റിലല്ല നമ്മൾ കഴിക്കുന്നത്, ഈ ഒരു പ്ലേറ്റിൽ നമ്മളിങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് കുറച്ചുകൂടെ വലിയ പ്ലേറ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ, അവരവരുടെ ഇഷ്ടമാണ് എങ്ങനെ വേണമെന്നുള്ളത്. നമ്മുടെ ചിക്കൻ ഉണ്ടോ നല്ല കാണുമ്പോൾ നമുക്ക് ഒന്നും അത്ര റെഡ് കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് എരിവുണ്ടോ, അത്യാവശ്യം സ്പൈസിയാണ്. അപ്പോൾ നമ്മൾ ചേർക്കുന്ന മുളകിനനുസരിച്ച് എരിവിന് ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കും. നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് ചിക്കൻ കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പേരൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. എങ്കിലും ഇത്തവണത്തെ ഈസ്റ്ററിനൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലെ പിടി, ചോറ്, കറികളൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ കുറേ സമയം നമുക്കതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഫാമിലി ടൈം നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതേപോലെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ലഞ്ചൊക്കെ ഉണ്ടാക്കി കൂടുതൽ സമയം ഫാമിലിയോട് കൂടി ഇരിക്കാനായിട്ടും സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതാ കണ്ടത്, ഇതിൻ്റെ കൂടെ നല്ല പപ്പടം, മുരിഞ്ഞ പപ്പടവും അതേപോലെ തന്നെ മുട്ട പുഴുങ്ങിയത് അതിൻ്റെ ഉള്ളിലുണ്ടേ. അച്ചാർ, നമുക്ക് നാരങ്ങാച്ചാർ ഇരിപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തൽക്കാലം മാങ്ങാച്ചാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതേപോലെ ചിക്കൻ ഫ്രൈ, പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, ഞാനത് വെക്കാനായിട്ട് മറന്നുപോയിട്ടു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ഇത്തവണത്തെ ലഞ്ച്. കുറേ പേരൊക്കെ ചോദിച്ചു ഈസ്റ്റർ ലഞ്ച് റെസിപ്പി ഇടില്ലേന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ, ഈ ഒരു ഈസ്റ്ററിന് ഈ ഒരു ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കുക. അതോടൊപ്പം വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.